all. Interior Design and Decoration Trade Outcome number 18 Lighting. ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആദ്യ ക്ലാസ്സാണ് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഇൻട്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഈ പാഠഭാഗത്തിൽ വാട്ട് ഈസ് ലൈറ്റ്, വാട്ട് ഈസ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, what is the difference between artificial light and natural light, benefits of natural lighting, principles of effective natural lighting, artificial light sources. ഇൻറ്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ട് ലൈറ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ലൈറ്റ് സോഴ്സുകൾ ഏതൊക്കെ, ലൈറ്റ് എന്താണ്, ലൈറ്റിംഗ് എന്താണ്, വാട്ട് ഈസ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റും നാച്ചുറൽ ലൈറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്ന് ഓരോന്നായി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാം. ലൈറ്റ്. വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിത്തൗട്ട് വിച്ച് ദെയർ ക്യാൻ ബി നോ വിഷൻ. ലൈറ്റ് എന്നാൽ എനർജിയുടെ ഒരു ഫോമാണ്. നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ വിസ്മയം തീർക്കാൻ ശേഷിയുള്ളതുമായ ഒരു മാധ്യമമാണ് പ്രകാശം അഥവാ ലൈറ്റ്. When light strikes an object, it may be reflected or absorbed or passed through. നമുക്ക് കാണാൻ സാധ്യമല്ല, എന്നാൽ ഒരു വസ്തുവിൽ പതിച്ചാൽ ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ ആ വസ്തുവിൽ കൂടി കടന്നു പോകാനോ സാധ്യമാകുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ലൈറ്റിംഗ് എന്നുകൂടി നോക്കാം. ഭാവനാപരമായ അറേഞ്ച്മെൻറ്റിൽ കൂടി രാത്രിയായാലും പകലായാലും നാം ചെലവഴിക്കുന്ന ഓരോ ഇടവും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും വേണ്ടുന്ന വെളിച്ചം ക്രമീകരിക്കലാണ് ലൈറ്റിംഗ്. ഭാവനാപരമായ അറേഞ്ച്മെൻറ്റ്, ഇവിടെയാണ് ഒരു ഡിസൈനർ തൻ്റെ കഴിവുകൾ പ്രകടമാക്കേണ്ടത്. ഇൻറ്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ട് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധയിൽ വരുന്നത്. ലൈറ്റ് പെർഫോംസ് 3 പ്രൈമറി ഫങ്ഷൻസ്. ടു പ്രൊമോട്ട് ആൻഡ് എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് ടാസ്ക്. ഒരു ടാസ്കിൻ്റെ പൂർത്തീകരണത്തിന് ആ ടാസ്ക് പെർഫോം ചെയ്യുന്നിടത്ത് ലൈറ്റ് വളരെ പ്രാധാന്യമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ വാച്ച് റിപ്പയറിംഗ് ഷോപ്പ് ഓർ ഡ്രോയിങ് ഹാൾ. ഇവിടെ എത്ര ലൈറ്റ് വേണം എന്നുള്ളതാണ് ആ വർക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നത്. കൂടാതെ ടു പ്രൊമോട്ട് സേഫ്റ്റി ഓഫ് പീപ്പിൾ. സേഫ്റ്റിക്കായി നമുക്ക് നാം ചലിക്കുന്ന ഓരോ ഇടങ്ങളിലും പ്രകാശം ആവശ്യമായി വരുന്നു. ടു ക്രിയേറ്റ് പ്ലീസിങ് എൻവിറോൺമെൻറ്റ്. കൂടാതെ നമ്മുടെ പ്രവൃത്തി മേഖല, അത് ഓഫീസായാലും വീടായാലും ഷോപ്പായാലും ഓരോ ഇടത്തിൻ്റെയും സ്വഭാവത്തിനും ധർമ്മത്തിനുമനുസരിച്ച് അവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായി ലൈറ്റിങ്ങിന് സാധിക്കുന്നു. ഓരോ വസ്തുവിലേക്കും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിനും ലൈറ്റിങ്ങിന് സാധിക്കും. അടുത്തത് നാച്ചുറൽ ലൈറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. നാച്ചുറൽ ലൈറ്റ് എന്താണെന്ന് നോക്കാം. Natural light is the light generated naturally. The common source of natural light is sun. We receive natural light throughout sunlight hours. പ്രകൃതി നമുക്ക് യഥേഷ്ടം നൽകിയിരിക്കുന്ന ഒന്നാണ് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ്. സൂര്യനാണ് പ്രധാന ലൈറ്റ് സോഴ്സ്. പകൽ ഏതു സമയത്തും സൂര്യപ്രകാശം നമ്മുടെ ഇഷ്ടയിടങ്ങളിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലൈറ്റ്. Artificial light is generated by artificial sources such as incandescent lamps, LED, compact fluorescent lamps. ആർട്ടിഫിഷ്യൽ സോഴ്സിൽ നിന്നും നമുക്ക് പ്രകാശം ലഭിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അടുത്തതായി ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആൻഡ് നാച്ചുറൽ ലൈറ്റ്. ആർട്ടിഫിഷ്യൽ ലൈറ്റും നാച്ചുറൽ ലൈറ്റും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ആണ് ഉള്ളത് എന്ന് നോക്കാം. സൺ, സ്റ്റാർ, ഫയർഫ്ലൈ ഇവയെല്ലാം നാച്ചുറൽ ലൈറ്റ് സോഴ്സസ് ആണ്. നാച്ചുറൽ ലൈറ്റ് സോഴ്സസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. നാച്ചുറൽ ലൈറ്റിൻ്റെ എമൗണ്ട്, ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി ഒന്നും നമുക്ക് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ സാധ്യമല്ല. നാച്ചുറൽ ലൈറ്റ് കനോട്ട് കൺട്രോൾ ദ എമൗണ്ട്, ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനോ സാധ്യമല്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ മാൻമെയ്ഡ് ആണ്. candle, matches, lamp, etc. We can control the quality, duration and quantity. നമുക്ക് ലൈറ്റിൻ്റെ ടൈം, തീവ്രത ഇതെല്ലാം നിയന്ത്രിക്കാനായി ആർട്ടിഫിഷ്യൽ ലൈറ്റിന് സാധിക്കും. ബെനിഫിറ്റ്സ് ഓഫ് നാച്ചുറൽ
ലൈറ്റ്, ഒക്യുപ്പൻ്റ് സാറ്റിസ്ഫാക്ഷൻ, occupant comfort, occupant health, color temperature, reduce electrical load, reduce internal heat. ഇവയെല്ലാമാണ് നാച്ചുറൽ ലൈറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഒക്യുപ്പൻ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യും. ഒക്യുപ്പൻസ് കംഫർട്ട്, സുരക്ഷിതമായിരിക്കും. ഒക്യുപ്പൻ്റ് ഹെൽത്ത്, നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ ആരോഗ്യപരമായി സുരക്ഷിതരായിരിക്കും. കളർ ടെമ്പറേച്ചർ, ഏത് കളറും നാച്ചുറൽ ലൈറ്റിൽ നമുക്ക് അതിൻ്റെ തനതായ കളറിൽ കാണാൻ സാധിക്കും. റെഡ്യൂസ് ഇലക്ട്രിക്കൽ ലോഡ് കുറയ്ക്കാൻ സാധിക്കും. റെഡ്യൂസ് ഇൻറ്റേർണൽ ഹീറ്റ്, അകത്തളങ്ങളിൽ ചൂട് കുറയ്ക്കാനും നാച്ചുറൽ ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സാധിക്കും. നാച്ചുറൽ ലൈറ്റ് എങ്ങനെ നമുക്ക് ഇൻറ്റീരിയറിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. Principles of effective natural lighting: orientation of the building, form of the building, window height and location, glazing ratio and specification. ഇവയെല്ലാമാണ് പ്രധാന മാർഗങ്ങളായി നമുക്ക് ഇൻറ്റീരിയറിൽ നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റിയ ഉപാധികൾ. അതിൽ ഓരോന്നായി പരിശോധിക്കാം. ഓറിയൻറ്റേഷൻ ഓഫ് ദി ബിൽഡിംഗ്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷനിങ് ഓഫ് ബിൽഡിംഗ് എന്നാണ് അർത്ഥമാകുന്നത്. പ്രകൃതി അനുവദിച്ച എല്ലാ ആനുകൂല്യങ്ങളും ഉൾക്കൊണ്ട് ലൈറ്റ്, വിൻഡ്, കാറ്റിൻ്റെ ഗതി ഇതെല്ലാം അനുസരിച്ച് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷൻ അനുസരിച്ച് നാം ഒരു കെട്ടിടത്തെ പൊസിഷൻ ചെയ്യുക എന്നതാണ് ഓറിയൻറ്റേഷൻ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. വിൻഡോസ് ആർ ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് അഡ്മിറ്റിംഗ് ലൈറ്റ് ഇൻ ടു എ സ്പേസ്. വിൻഡോസ് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ലൈറ്റ് അഡ്മിറ്റ് ചെയ്യുന്നതിന്. ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യുമ്പോൾ മുതൽ അതിലെ ഓരോ ഘടകങ്ങളും, അതായത് ഫൗണ്ടേഷൻ മുതൽ റൂഫ് വരെയുള്ള ഓരോ ഘടകങ്ങളും തീരുമാനിക്കുമ്പോഴും മെറ്റീരിയൽസ് തീരുമാനിക്കുമ്പോഴും നാച്ചുറൽ ലൈറ്റ് പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊരു ഉപാധിയാണ് സ്കൈ ലൈറ്റുകൾ അല്ലെങ്കിൽ റൂഫ് ലൈറ്റുകൾ. ഇതും ലൈറ്റ് ഇൻറ്റീരിയറിൽ എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു ഉപാധിയായി നമുക്ക് കാണാം. റൂഫിൽ ലൈറ്റിംഗ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നതാണ് സ്കൈലൈറ്റ് അല്ലെങ്കിൽ റൂഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നത് ക്ലിയർ സ്റ്റോറി വിൻഡോസ് എബവ് ഐ ലെവൽ. ദ പർപ്പസ് ഈസ് ടു അഡ്മിറ്റ് ലൈറ്റ്, ഫ്രഷ് എയർ. ഒരു ഐ ലെവലിന് മുകളിലായി നമുക്ക് സീരീസ് ആയിട്ട് ഒരു വിൻഡോ വർക്ക് കൊടുക്കാം. ഇതിനെയാണ് ക്ലിയർ സ്റ്റോറി വിൻഡോ എന്ന് പറയുന്നത്. ആട്രിയം, ഓപ്പൺ എയർ സ്പേസ് ഇൻറ്റീരിയറിൽ കൊടുക്കുന്നു. നടുമുറ്റം പോലെ പല വർക്കുകളും ഇതിനായി സ്വീകരിക്കാം. ഇൻഡോർ പ്ലാന്റ്സും നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് ഈ ഇടങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്നത് ആണ്. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ കുറിച്ച് വിശദമായി നോക്കാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് എന്താണ്? Artificial lighting has to be provided in areas where recommended illumination levels cannot be obtained by daylighting. നാം ഡിസൈൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആവശ്യമനുസരിച്ച് ഡേ ലൈറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിൻ്റെ ഉപയോഗം കൊണ്ടുവരാം. അങ്ങനെ വരുന്ന ഏരിയാസ് വിത്തൗട്ട് വിൻഡോസ്, ജനാലകൾ കൊടുക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ, അറ്റ് നൈറ്റ്, രാത്രികാലങ്ങളിൽ, വിഷ്വൽ ടാസ്ക് നീഡ് മോർ ഇലൂമിനേഷൻ. വിഷ്വൽ ടാസ്കായ ഡ്രോയിങ് ഹാളിൽ, വാച്ച് റിപ്പയറിംഗ് സെക്ഷനിൽ എല്ലാം അധിക പ്രകാശം ആവശ്യമായി വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗപ്പെടുത്താം. ഇതൊരു മാൻമെയ്ഡ് ലൈറ്റാണ്. ഇത് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് ലൈറ്റ് പ്രൊഡ്യൂസിങ് ടെക്നോളജീസ് ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ വരുന്നു. ടോർച്ച്, ലേസർ, ബൾബ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ലൈറ്റ് സോഴ്സസിൽ വരുന്നതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് ടൈപ്സ്. 3 major types of artificial lights: incandescent light, fluorescent light, LED ബൾബുകൾ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ. ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്രധാനമായും 3ആണ്: ഇൻകാൻഡസൻറ്റ്, ഫ്ലൂറസൻറ്റ്, LED. ഇവ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. Incandescent light is an electric light with a wire filament heated until it glows. ഇതൊരു ഇലക്ട്രിക് ലൈറ്റാണ്. ഇതിലൊരു ഫിലമെൻറ്റ് ചൂടാകുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നു. ഇതിൻ്റെ എഫിഷ്യൻസി കുറവാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലുമായിരിക്കും. റൂമിൽ ചൂടും കൂടുതലാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഇൻകാൻഡസൻറ്റ് ബൾബുകളെ അപേക്ഷിച്ച് കോമ്പാക്ട് ഫ്ലൂറസൻറ്റ് ലാമ്പും LED ബൾബുകളും ഉപയോഗിക്കാൻ തുടങ്ങി. LED അല്ലെങ്കിൽ
Light emitting diode. Light emitting diode is a semiconductor light source that emits light when current flows through it. ഇതൊരു LED വർക്ക് ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്നതിൻ്റെ പിക്ചറാണ്. വളരെ മനോഹരമായി LED വർക്കുകൾ നമുക്ക് ഇൻറ്റീരിയറിൽ കൊണ്ടുവരാൻ സാധിക്കും. കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് CFL. കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് CFL also called compact fluorescent light, energy saving light and compact fluorescent tube. ഈ പേരുകളിലെല്ലാം CFL അറിയപ്പെടും. It is a fluorescent lamp designed to replace an incandescent light bulb. Incandescent light ബൾബിനെ പുറന്തള്ളി ഫ്ലൂറസെൻറ്റ് ലാമ്പുകളാണ് പിന്നീട് സ്ഥാനം പിടിച്ചത്. ഇത് എനർജി എഫിഷ്യൻ്റ് ആണ്. ഇത് കൊണ്ട് ലൈറ്റ് സോഴ്സ് എല്ലാം ഭംഗിയായി ക്രമീകരിച്ച് ഓരോ വസ്തുവിലേക്കും ഓരോ ഇടങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാനായി ഈ ലൈറ്റ് സോഴ്സുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയ ലൈറ്റാണ്. കൂടുതൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവാണ്. റൂം ഹീറ്റ് കുറവായിരിക്കും. LED ലൈറ്റുകൾ കൊണ്ട് നമുക്ക് മനോഹരമായി സീലിംഗ് വർക്കുകൾ ചെയ്യാൻ സാധിക്കും. കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ്, LED ബൾബുകൾ ഇവയെക്കുറിച്ച് അടുത്ത പാഠഭാഗങ്ങളിൽ നമ്മൾ വളരെ വിശദമായി പഠിക്കുന്നുണ്ട്. അടുത്ത പാഠഭാഗമായി വരുന്നത് ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് അടുത്ത പാഠഭാഗത്തിൽ നമുക്ക് വിശദമായി പഠിക്കാം.